ബി.ജെ.പിയുടെയും കേരളത്തിലെ സംഘപരിവാർ ചില നേതാക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. അവർക്ക് കേരളത്തിലെ ഈ പറയുന്ന ബി.ജെ.പി, ആർ.എസ്.എസ് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയാൽ മതി, അവർ ജയിക്കും. ഇതാണ് ബേസിക്കലി മരപ്പൊട്ടന്മാരാണ് ഇവരധികം. അതായത് കേരളത്തിലെ ജനസംഖ്യയും അതിൻ്റെ പോളറൈസേഷനും ഒരു കുന്തത്തെ പറ്റിയും വ്യക്തമായ സ്റ്റഡി ചെയ്യാത്തവരാണ്. കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ അകത്ത് OBC ഉണ്ട്, ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, അപ്പർ കാസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ OBCയും ബാക്ക്വേർഡ് ക്ലാസ്സും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അവർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യത്തില്ല. കാരണം എന്താ? ബി.ജെ.പി ഒരു അപ്പർ കാസ്റ്റിൻ്റെ പാർട്ടിയാണ്. കേരളത്തിൻ്റെ സോഷ്യലിസം, കമ്മ്യൂണിസം, ഈ പറയുന്നൊരു രാഷ്ട്രീയ രീതിയിൽ പൊളിറ്റിക്സിലും ചിന്തിക്കുന്നവരാണ്. അവർ ഇന്നും വിശ്വസിക്കുന്ന എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബി.ജെ.പി തൊട്ടുകൂടായ്മ, തീണ്ടൽ, ഈ പറയുന്ന സംഭവമായിട്ട് അവർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. അപ്പം അവർക്ക് വേറെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അവർ പെട്ടെന്ന് ചാടിക്കേറി ഒന്നും വോട്ട് ചെയ്യത്തില്ല. പിന്നെ എങ്ങനെയാണ് ബി.ജെ.പിക്ക് സക്സസ്ഫുള്ളി ജയിക്കാൻ പറ്റുന്നത്? ഉറപ്പായിട്ടും ക്രിസ്ത്യൻ മേഖലയിലും ക്രിസ്ത്യൻ വോട്ടുകളും അതേപോലെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, അതായത് ഹിന്ദുക്കളെ ഇത് കൺവേർട്ട് ചെയ്ത് വന്നവരുടെ വോട്ട് അതിനിർണായകമാണ്. ഞാൻ ഉദാഹരണം പറയാം. തൃശ്ശൂർ 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിക്കുന്നു. 77,000 78,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂരിൽ നിന്ന് ജയിക്കുന്നത്. എല്ലാവർക്കും അറിയാം. എത്ര നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്? അതിലധികവും നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ബി.ജെ.പിക്ക് നിർണായകമായ ഭൂരിപക്ഷം ഉണ്ടായി. മണലൂര് നിങ്ങൾ എടുത്തു നോക്കുക. അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് 2ാം സ്ഥാനത്ത് വന്നു. 2024 ചെറിയൊരു ഭൂരിപക്ഷം. ആരാണ് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ചത്? കെ മുരളീധരൻ, കരുണാകരൻ്റെ മകൻ, സീനിയർ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ. പിന്നീട് ആരാ? ഇടതുപക്ഷം സുനിൽകുമാർ, CPIയുടെ ഏറ്റവും അത്യുന്നതനായ നേതാവ്. അവിടെയാണ് സുരേഷ് ഗോപി ഇത്രയും വോട്ട് പിടിച്ച് ജയിച്ചത്. ഇപ്പോൾ 2026 നിയമസഭാ ഇലക്ഷനിൽ തൃശ്ശൂർ കരുണാകരൻ്റെ മകള് 3ാം സ്ഥാനത്ത് പോയി. തൃശ്ശൂർ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബി.ജെ.പി 2ാം സ്ഥാനത്ത് വന്നോ? ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരുടെ 3ാം സ്ഥാനത്ത് അവരുടെ വോട്ട് നോക്ക്. ബേസിക്കലി ഈ അസംബ്ലി ഇലക്ഷനിൽ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം എടുത്താൽ മതി. ബി.ജെ.പിക്ക് അത്രേ വോട്ടുള്ളൂ. അതാണ് അസംബ്ലി ഇലക്ഷനിൽ കണ്ടത്. 3ാം സ്ഥാനത്ത് ഇത്ര ശതമാനം വോട്ടേ ഉള്ളൂ. അത് ജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യൻസ് വോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് പത്മജ 3ാം സ്ഥാനത്ത് പരിതാപകരമായിട്ട് തോറ്റുപോയത്. മണലൂര് ഒരെണ്ണെടുക്ക്. ചിലയിടത്തൊക്കെ ഇടതുപക്ഷം വീണ്ടും ജയിച്ചു. ആ എഫക്റ്റ് തൃശ്ശൂർ എഫക്റ്റ്, അവിടെ ഉണ്ടായ എഫക്റ്റ് പാലക്കാട് വരെ പോയി. ആ എഫക്റ്റ് തിരിച്ചിങ്ങോട്ടും കയറി. അതായത് ക്രൈസ്തവരുടെ FCRA മാത്രമല്ല ഇഷ്യൂ. നോർത്ത് ഇന്ത്യ നിങ്ങൾ മനസ്സിലാക്കുക. 2024 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ക്രൈസ്തവരുമായിട്ട് ലോഹിത്തിലായി ബി.ജെ.പി. ഔട്ട്റീച്ച് സക്സസ്ഫുള്ളി കൊണ്ടുപോയി. അതുകൊണ്ട് പല ആൾക്കാരും സംഘപരിവാറിന് വോട്ട് ചെയ്യാനും സഹകരിക്കാനും തുടങ്ങി. പല ആൾക്കാരും ആ പാർട്ടിയുമായിട്ട് യോജിച്ചു പോകാൻ തുടങ്ങി. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന 20% അടുപ്പിച്ച് 2024 വോട്ട് വരുന്നത്. അസംബ്ലി പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ എടുത്തു നോക്ക്, നേരെ ഡിക്ലൈൻ ചെയ്തു. അതായത് മനസ്സിലാക്കി, ഇവിടെ RSSന്റെ ഇത്ര വോട്ടേ ഉള്ളൂ. അതിനെ പിന്താങ്ങുന്ന VHP ആണ്, അവർക്ക് ഇത്രേ വോട്ടേ ഉള്ളൂ. ആ വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. അതിന് A ക്ലാസ് മണ്ഡലവും B ക്ലാസ് മണ്ഡലം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഹിന്ദു ഭൂരിപക്ഷമുള്ള പാലക്കാട് എങ്ങനെ ശോഭാ സുരേന്ദ്രൻ 10,000-12,000 വോട്ടിന് തോറ്റു പോകുന്നേ? അതേപോലെ അതും പാലക്കാട് എന്ന് പറയുന്നത് അവരുടെ ടൗൺ മുനിസിപ്പാലിറ്റി ബി.ജെ.പി ഭരിക്കുക എത്രയോ വർഷം കൊണ്ട്. എന്തുകൊണ്ടാണ് അവിടെ പോലും ഭൂരിപക്ഷം കിട്ടാത്തത്? ഇതൊക്കെയാണ് ചോദ്യം വരുന്നത്. പലയിടത്തും അയാൾ ക്രിട്ടിക്കൽ എടുക്കുക. ഈ പറയുന്ന കോട്ടയം ജില്ല ക്രിസ്ത്യൻ മെജോറിറ്റി എല്ലാവരും ഈഴവരും ഉണ്ട്. ഈഴവ കമ്മ്യൂണിറ്റി, നായർ കമ്മ്യൂണിറ്റി ഉണ്ട്.
ഇടുക്കി ജില്ല, ഇവിടെയൊക്കെ എങ്ങനെ, പത്തനംതിട്ട ജില്ല, ഇവിടെയൊക്കെ BJPയുടെ വെടി തീർത്ത് പോയില്ലയോ? എന്തുകൊണ്ട് ക്രൈസ്തവർ വോട്ട് ചെയ്തില്ല? നോർത്ത് ഇന്ത്യയിലെ അറ്റാക്കിന് അതിനുവേണ്ടി അവരെ അനുകൂലിച്ച് BJPയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്ന കേരളത്തിലെ അവിടുത്തെ VHP, ബജരാംഗ് ദൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കൂതറകളുണ്ട്. ഈ ശശികല ടീച്ചറ്, മറ്റേ NS ബാബു, RS ബാബു, ഇവരൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങോട്ട് ഇടും സോഷ്യൽ മീഡിയയിൽ. ഹിന്ദു ഉണരണം, അത് തൊലിക്കണം, അത് ചെയ്യണം, അത് ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണം. ഇതൊക്കെ കാണുന്ന ഈ ക്രൈസ്തവർ മണ്ടന്മാരാണോ? നിങ്ങളോട് സോഫ്റ്റായിട്ട് ഇൻക്ലൂസീവായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിക്കുമ്പോൾ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ വെറുതെ ഒന്നും എടുത്തൊന്നുമില്ല. അതാണ് ബേസിക്കലി കേരളത്തിലെ BJP, RSS അവരത്രേ ഉള്ളൂ. അവർ ഈ പറയുന്നൊരു ചെറിയ ഘടകം മാത്രമേ ഉള്ളൂ. അവർ സ്വന്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാൻ പറ്റത്തില്ല. രാജഗോപാൽ നേമത്ത് നേരത്തെ മത്സരിച്ച് ജയിച്ചു. പിന്നീട് എത്ര വർഷം കഴിഞ്ഞിട്ട് BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ഒരു മോഡറേറ്റ് മുഖമാണ് വന്നത്. അപ്പം അതിനുശേഷം എന്തിനാ കുമ്മനം രാജശേഖരൻ തോറ്റുപോയത്? അതുപോലെ പത്തനംതിട്ട, ആറന്മുള, BJPയുടെ ഹാർഡ് കോർ ഫേസാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹം അവിടെ ഇലക്ഷൻ മത്സരിച്ച ബന്ധുക്കൂസുകാരെ കാണാൻ പോയി. കാരണം അവർ ഈ മത്സരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാം ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ്. ഈ കുമ്മനം രാജശേഖരൻ 3-ാം സ്ഥാനത്ത് വളരെ പരിതാപകരമായ 10,000 വോട്ടിന് അടുപ്പിച്ചേ കിട്ടിയുള്ളൂ. എങ്ങനെ ഇത്രയും വോട്ടാവുന്നേ? ഇത്രയേ ഉള്ളൂ BJPക്ക് അവിടെ? ഇത്രയേ ഉള്ളൂ BJPക്ക് വോട്ട്. അത് ആദ്യം മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. RSS എവിടെ തൂങ്ങി നിന്നാലും എവിടെ നിന്നാലും ഇത്രയേ വോട്ടുള്ളൂ. തൊടുപുഴ 2020യുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നു, NDA കാൻഡിഡേറ്റ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ എത്ര വോട്ടുണ്ടായിരുന്നു? അതിന് നേരെ 10,000 വോട്ടായിട്ട് കുറഞ്ഞു. 24,000 വോട്ടിൽ നിന്നും. എന്താ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ എടുത്തു നോക്ക്. അതായത് BJPക്കകത്ത് വോട്ട് ചെയ്യുന്ന ദളിറ്റ്സും ഈ പറയുന്ന OBC അവർ പോലും വോട്ട് ചെയ്യുന്നില്ല. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ച അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ എന്താ BJPയുടെ കാൻഡിഡേറ്റ് 3-ാം സ്ഥാനത്ത് പോകുന്നത്? അവിടെ ക്രിസ്ത്യൻസ് ആർക്ക് വോട്ട് ചെയ്തു? ആദ്യം നിങ്ങൾ ഇലക്ഷൻ അരിത്തമെറ്റിക് മനസ്സിലാക്കുക. 17 സീറ്റ് കിട്ടും, 12 സീറ്റ് കിട്ടും. ഇഷ്യൂ ബേസ്ഡ് ആണ്. FCRA മാത്രമൊന്നുമല്ല. അതുകൊണ്ടാണ് പല ആവർത്തി ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിലെ BJP നേതാക്കൾക്കും അവരുടെ കൂടെ നിൽക്കുന്ന സംഘപരിവാർ ആൾക്കാർക്കും യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻസിനെ മനസ്സിലായിട്ടില്ല. അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നോർത്ത് ഇന്ത്യക്കാരല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോലെ ഊളയല്ല. ഈ RSSകാരനെ ഇപ്പോൾ ബജരാംഗ് അവനെ പോലെ ഊളയല്ല. അവന് ശക്തമായ ബോധമുണ്ട്, അവന് ബോധ്യമുണ്ട് എന്ത് ചെയ്യണം, അവനറിയുകയും ചെയ്യാം എങ്ങനെ ചെയ്യണം, എങ്ങനെ പുറത്താക്കണം. ഇലക്ഷൻ റിസൾട്ട് തോട്ടിലെടുത്ത് ദൂരെ കളഞ്ഞില്ലയോ? ഇതാ ഉണ്ടായത്. അതിൻ്റെ അത് ഏറ്റവും മാറി നിൽക്കുക ഒരു വിഭിന്നമായിട്ട് അനൂപ് ജേക്കബ് മാത്രമേ ഉള്ളൂ. അവിടെ ക്രിസ്ത്യൻസ് അനൂപ് ജേക്കബ് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ 2-ാം സ്ഥാനത്ത് വരുത്തുക. അതിന് ഇത് മാത്രമൊന്നുമല്ല ഘടകം. മാത്യു തോമസിനോട് എല്ലാവർക്കും വെറുപ്പായി. അപ്പോൾ അവിടെ ജയിച്ച വർഗീസ് മാമൻ ജയിച്ചു. അവിടുത്തെ വേറെ ചോയ്സ് എന്ന് പറയുന്നത് ഇയാളാണ്. അങ്ങനെ വോട്ട് ചെയ്തു. മോദിയായിട്ടുള്ള അടുപ്പം, ഈ സംഭവങ്ങൾ ആൾക്കാർ വോട്ട് ചെയ്തു. കേരളത്തിൽ മനസ്സിലാക്കുന്ന സംഭവം നോർത്തേൺ, അതായത് വടക്കൻ കേരളത്തിൽ എന്താ സംഭവിച്ചത്? എന്ത് നിലം തൊടാൻ പറ്റാതായി പോയത്? ഈ പറയുന്ന കെ സുരേന്ദ്രൻ എന്ത് പറ്റി? നല്ല ഭൂരിപക്ഷത്തിനാണ് തോറ്റിരിക്കുന്നത്. 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. ഹിന്ദുക്കൾ ഈ പറയുന്ന ഹിന്ദു കാൻഡിഡേറ്റ് ആയിരുന്നു അവിടെ, CPMൻ്റെ കാൻഡിഡേറ്റ്, അയാൾക്കും കിട്ടി 25,000 27,000 വോട്ട്. ഇപ്പം എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഇത്ര വോട്ടിന് തോറ്റുപോയത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ ഹിന്ദുക്കളിൽ മെജോറിറ്റിയായ OBCയും ബാക്ക്വേർഡ് ക്ലാസ്സും, അതായത് നായേഴ്സ് അല്ല, അവർ ഈ BJPക്കാർക്ക് വോട്ട് ചെയ്യത്തില്ല. വോട്ട് ചെയ്യുന്നതിന് ക്രിസ്റ്റലായിട്ടുള്ള ഘടകങ്ങൾ വേണം. എന്തുകൊണ്ട് ആലപ്പുഴയിൽ നിലം തൊടാൻ പറ്റാത്ത രീതിയിലായിപ്പോയല്ലോ. ശോഭാ സുരേന്ദ്രൻ വലിയ സംഭവം കാണിച്ചാണ് ആലപ്പുഴയിൽ. അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ആലപ്പുഴ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്താ അവിടെ നിലം തൊടാതെ പോയത്? ഇതേപോലെയുള്ള ഘടകങ്ങൾ വെച്ചിട്ട് അരിത്തമെറ്റിക്കലി സ്റ്റഡി ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP എന്ന് പറയുന്ന സംഭവം അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല.
അവർക്ക് ഇത്രയും വോട്ടേ ഉള്ളൂ. RSSും BHPയും ബജറാംഗളും തലകുത്തി പറഞ്ഞാലും ഇത്ര വോട്ടേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിളാണ് തൃശ്ശൂർ. അതായത് 2024 കഴിഞ്ഞ് 2 വർഷം 2026 ഒരൊറ്റ സീറ്റിൽ പോലും ഇല്ല. അത് മുമ്പിൽ വരുക എന്നുള്ളതല്ല, 2ാം സ്ഥാനം പോലും കിട്ടിയില്ല. അവർ 3ാം സ്ഥാനത്തോട്ട് പോയി. ഇതാണ് കേരളത്തിലെ ഇലക്ഷനിൽ സംഭവിച്ചത്. അതിനകത്ത് പിണറായി വേവിനേക്കാൾ ഉപരി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നടങ്കം UDFന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ വലിയ മാറ്റം ഉണ്ടായിരിക്കുക. അതിനകത്ത് തെറിച്ച് ദൂരെ പോയി. ഇത് കേരളത്തിലെ BJPക്കാർ മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് ഇന്ന് ഒരു പുല്ലും നടക്കത്തില്ല. ഈ BDJS ആണെങ്കിലും 2020 കൂട്ടിയുണ്ടെന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ക്രിസ്ത്യൻ വോട്ട് ചെയ്യണം, അവരെ ഔട്ട്റീച്ച് പ്രോപ്പറായിട്ട് കപടതയെ കൊണ്ട് FCRE സംഭവത്തിലൊന്നും നടക്കത്തൊന്നുമില്ല. ഇതേപോലെയുള്ള സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് അവർ ഒതുക്കി നിർത്തേണ്ടത്, അല്ലെ അവർ പുറത്താക്കേണ്ടത് BJPയുടെ സ്റ്റേറ്റ് ഭാരവാഹികളാണ്. സോഷ്യൽ മീഡിയ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മൈക്രോ ഇലക്ഷൻ മാനേജ്മെൻറ്റാണ്. അതായത് ഈ നിയമസഭാ ഇലക്ഷനിൽ കണ്ടൊരു സംഭവമാണ്, BJPയുടെ കേഡേഴ്സിനെ പ്രോപ്പറായിട്ട് വോട്ട് പിടിക്കാൻ പോലും, അതായത് ക്യാമ്പയിൻ ചെയ്യാൻ പോലും അറിയാം. കാരണം അത്രയേ ഉള്ളൂ അവർക്ക് ആൾക്കാർ. അതിൻ്റെ കാരണം. അതിൽ നിന്നാണ് പാഠം പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെയോട് മുസ്ലിങ്ങൾക്കെതിരെയും വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ നിലം തൊടില്ല എന്ന കാര്യം കൃത്യമായിട്ടങ്ങ് പറയാം.